ഞങ്ങളിന്ന് ആൻറ്റിയുടെ വീട് വരെ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ താണ്ട് ആൻറ്റി കുറച്ച് ഇലയൊക്കെ വാട്ടി വെച്ചിട്ട് അവിടെ ഇലയട ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. പകുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ കിട്ടിയ പാതി കിട്ടാത്ത പാതി എന്നും പറഞ്ഞ് ഓടിപ്പോയി വീഡിയോ എടുക്കാൻ തുടങ്ങി. ആൻറ്റി ഇവിടെ ഓൾറെഡി കുറേ എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ താണ്ട ആൻറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചക്കപ്പഴം എല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് ആൻറ്റി ഒരു ഇലയ്ക്കകത്ത് കോരി വെച്ചിട്ട് ആൻറ്റി ഇങ്ങനെ മടക്കും. പ്രത്യേക രീതിയിലാണ് മടക്കുന്നത്. അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ ഇലയട ഉണ്ടാക്കുമ്പോൾ ഇല മടക്കാറ്? കമൻ്റ് ഇടണേ. അങ്ങനെ പിന്നെ ഈ എല്ലാ അടയും ഉണ്ടാക്കി വെച്ചു. ഇനി ഗ്യാസ് കത്തിച്ച് ആവി കയറ്റുന്നുണ്ട്. ഇനി ആവി കയറ്റിയിട്ട് ഇനി ആവി വന്നാൽ നമുക്ക് ഈ ഇലയട എടുക്കാം. ഇലയട വെന്തോന്ന് നോക്കാം. എന്തെങ്കിലും നമുക്ക് ഇലയട എടുത്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കില്ല കേട്ടോ. വളരെ സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റിയായിരുന്നു കേട്ടോ. ചക്കയുടെ ഒരു പഴം നല്ല മധുരമുള്ള ചക്കയായിരുന്നു. അതിലൂടെ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് ഇലയുടെ ഇഷ്ടമാണോ? ചക്ക കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കാൻ മറക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന അമ്മൂസായിരുന്നു കേട്ടോ. അമ്മൂസ് ഒരു സ്പൂണിലെടുത്തിട്ട് അമ്മൂസിന് പേടി. അമ്മൂസ് ഊതി ഇരിക്കുകയാണ്. അവസാനം കഴിച്ചപ്പോഴത്തേക്ക് അമ്മൂസിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഒരു ശകലം കഴിച്ച് നോക്കി. അപ്പോൾ കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല ചക്കയുടെയും അടിപൊളി, നല്ല സോഫ്റ്റായിരുന്നു.